കാസർഗോഡ് ജില്ലയിലെ കേരള മിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. സ്വന്തം കമ്പനിക്കും സംഘടനയ്ക്കും ചാനലിനുമായി പാലക്കുന്നിൽ പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരം കാസർഗോഡ് വിഷൻ ടവർ ഉദ്ഘാടനത്തിന് ഒരുങ്ങി. ജനുവരി 11 വൈകിട്ട് 4 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. പാലക്കുന്നിലെ ഉദുമ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് 7500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് ഓഫീസ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കമ്പനിയായ കൊലീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ CCNന്റെയും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെയും അതോടൊപ്പം തന്നെ കാസർഗോഡ് വിഷൻ ജില്ലാ ചാനലിന്റെയും ആസ്ഥാന മന്ദിരമാണിത്. നാളിതുവരെ കാസർഗോഡ് ജനത നൽകിയ സ്വീകാര്യത മുൻനിർത്തിയാണ് ജില്ലയിലെ 227 കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയിൽ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിന് കാസർഗോഡ് വിഷൻ ടവർ എന്ന പേര് നൽകിയത്. കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ അസോസിയേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ 224 ഓപ്പറേറ്റർമാർ മാത്രമുള്ള ചെറിയൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അഞ്ചാമത്തെ ആസ്ഥാന മന്ദിരം പണിയെടുപ്പിക്കുന്ന ജില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി കാസർഗോഡുണ്ട്. ഞങ്ങളെക്കാൾ, അതായത് കാസർഗോഡിനേക്കാൾ ഒരുപാട് ഓപ്പറേറ്റർമാരുള്ള മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. നാടിന്റെ വിവിധ പദ്ധതികൾ അസോസിയേഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഡിജിറ്റൽ സർവീസും ബ്രോഡ്ബാൻഡ് കണക്ഷനും അപ്പുറത്തേക്ക് ജനോപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് NH അൻവർ, ഒരുപക്ഷെ ഇന്ത്യൻ കേബിൾ ടിവിയുടെ അഭിപ്രായം എന്ന് തന്നെ പറയാം, NH അൻവറാണ് ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ചത്. അദ്ദേഹം ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി. എന്നാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താനുള്ള വിവിധ പദ്ധതികൾ ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ ഞാൻ വിശദമായി പോകുന്നില്ല. ആ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. വാർത്തയും വിനോദവും വിജ്ഞാനവുമെല്ലാം വിരൽത്തുമ്പിലെത്തിച്ച് 1 ലക്ഷത്തിലധികം കേബിൾ കണക്ഷനുകളും 65,000-ൽ പരം ഇന്റർനെറ്റ് കണക്ഷനുകളും 5 ലക്ഷത്തിലധികം പ്രേക്ഷകരുമായി ഇതിനോടകം തന്നെ CCN കാസർഗോഡിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ കോർപ്പറേറ്റുകളുമായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മളെപ്പോലുള്ള ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമിനുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ഞങ്ങൾ കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഏകീകരിച്ചതുപോലെയുള്ള ഒരു സമീപനം ഉണ്ടാവണം എന്നുള്ള ഒരു നമുക്ക് ധാരണയുടെ പുറത്ത് ഇത്തരം കൊച്ചു ഓപ്പറേറ്ററുകളെല്ലാം ചേർന്നുകൊണ്ട് ക്ലസ്റ്റർ സംവിധാനത്തിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ സർവീസ് പ്രൊവൈഡർ ഈ ക്ലസ്റ്റർ ആയിരിക്കും. ഈ ക്ലസ്റ്ററിൻ്റെ നിയന്ത്രണം നേരിട്ടിപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് CCN പോലുള്ള കമ്പനികളുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ഇനി മഞ്ചേശ്വരം ആയിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, നീലേശ്വരം ആയിക്കോട്ടെ, കാസർഗോഡ് ജില്ലയിൽ കേരള വിഷൻ സർവീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരേപോലെ ഒരേ രീതിയിലായിരിക്കും അത് കണക്ടിവിറ്റിന്റെ കാര്യത്തിലായാലും സർവീസിന്റെ കാര്യത്തിലായാലും നൽകുക. ജനുവരി 11 വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മനോഹരവും മാതൃകാപരവുമായ രീതിയിൽ പണിതൊരുക്കിയ ഈ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കുന്നിൽ ഏതാണ്ട് 12.5 സെന്റിലാണ് മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം പണികരിച്ചിട്ടുള്ളത്. താഴത്തെ നില ഞങ്ങൾ ബിസിനസ് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോർ ഞങ്ങളുടെ CCN കമ്പനി, അതായത് ഞങ്ങളുടെ മാതൃ കമ്പനി കാസർഗോഡ് ജില്ലയുടെ ബിസിനസ് ഒക്കെ നിയന്ത്രിക്കുന്നത് കൊലീഗ്സ് കേബിൾ നെറ്റ്വർക്ക് എന്നുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയാണ് രണ്ടാമത്തെ നില മുഴുവനായി ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ കൺട്രോളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കും. മൂന്നാമത്തെ നിലയിലാണ് ജില്ലാ ചാനൽ കാസർഗോഡ് വിഷൻ എന്നുള്ള ഞങ്ങളുടെ ജില്ലാ ചാനൽ മനോഹരമായി ആധുനികമായ മുഴുവൻ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് മറ്റു മുഖ്യധാരാ ചാനൽ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയുള്ള സകല സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ട് ചാനലിന്റെ മനോഹരമായ ഓഫീസ് 3-ാം നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ് വിഷൻ ടവർ എന്നാണ് ഞങ്ങളതിനെ നാമകരണം ചെയ്തിട്ടുള്ളത്. ജനുവരി 11 വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ അവറുകളാണ്. കേബിൾ ടിവി പ്രസ്ഥാനത്തിന്റെ എല്ലാമായിരുന്ന അൻവർക്കയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്ന പ്രിയപ്പെട്ട NA നെല്ലിക്കുന്ന് MLA അവറുകളാണ്. അതുപോലെ കാസർഗോഡ് വിഷൻ ഓഫീസ് ഞാൻ പറഞ്ഞു ഞങ്ങൾ മനോഹരമായി കാസർഗോഡ് വിഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം MLA
നിർവഹിക്കും. ടി വി മേഖലയിലെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും ഇവിടെ പങ്കെടുക്കും. ഉദ്ഘാടന പരിപാടിയിൽ ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അധ്യക്ഷനാകും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ആമുഖ ഭാഷണം നടത്തും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP CCN ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. NH അൻവർ ഹാളിന്റെ ഉദ്ഘാടനവും NH അൻവറിന്റെ ഫോട്ടോ അനാച്ഛാദനവും കാസർഗോഡ് MLA NA നെല്ലിക്കുന്നും, കാസർഗോഡ് വിഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം മഞ്ചേശ്വരം MLA AKM അഷ്റഫും, കാസർഗോഡ് വിഷൻ തീം സോങ്ങിന്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാമും, CCNന്റെ വീഡിയോ ലോഞ്ചിംഗ് ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രനും നിർവഹിക്കും. വാർഡ് മെമ്പർ മുഹമ്മദ് ഷിയാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് KV കുഞ്ഞിരാമൻ, ഹക്കീംകുന്നിൽ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, AA അബ്ദുറഹ്മാൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഗോവിന്ദൻ പിലിക്കൂടി എന്നിവർ മുഖ്യാതിഥികളായി പരിപാടിയിൽ പങ്കെടുക്കും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24/7 MD അബൂബക്കർ സിദ്ദീഖ്, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ CBPS, KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി എന്നിവർ സംസാരിക്കും. COA ജില്ലാ പ്രസിഡന്റ് BV മനോജ് കുമാർ, KCCL ഡയറക്ടർ M ലോകിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ ട്രഷറർ P വിനോദ്, CCN MD TV മോഹനൻ എന്നിവരും പങ്കെടുക്കും. CCN ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ നന്ദിയും പറയും. കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് വേദിയിൽ വെച്ച് ഉപഹാരങ്ങളും വിതരണം ചെയ്യും. തുടർന്ന് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം നയിക്കുന്ന ശ്രീലക്ഷ്മി ശ്രീധർ അടക്കമുള്ളവർ അണിനിരക്കുന്ന 7 നോട്ട്സ് ബാൻഡിന്റെ ഗാനമേളയും അരങ്ങേറും. ഉദ്ഘാടന വിവരം അറിയിക്കാനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് VB മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, CCN വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര, മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.